ഓക്കെ, സോ നമ്മൾ മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5th മൊഡ്യൂളിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് അബൌട്ട് സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് സ്കൂൾ ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ഒരു സ്കൂൾ മാനേജ് ചെയ്യേണ്ടത്, അവിടെ ഓരോരുത്തരുടെ റോൾ എന്താണ്, ഹെഡ് മാസ്റ്റർ ചെയ്യേണ്ട റോൾ എന്താണ്, ഹെഡ് മാസ്റ്ററിൻ്റെ ഫങ്ഷൻ എന്താണ്, പിന്നെ ഒരു സ്കൂൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പം അവിടെ എന്തൊക്കെ അല്ലെങ്കിൽ സ്കൂൾ മാനേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വേണം, PTA വേണം, ഗ്രീവൻസ് റിഡ്രസൽ സെൽ വേണം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റാഫ് കൗൺസിൽ വേണം, സ്റ്റുഡൻറ്റ് പാർലമെൻറ്റ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള എന്തൊക്കെ വേണം എന്നുള്ളതും അതിൻ്റെ ഫങ്ഷനിങ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. ഇതിൽ നിന്ന് എക്സാം പോയിന്റിൽ പറയുകയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, പക്ഷെ ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് പഠിക്കാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണിത്. ഒത്തിരി ടഫായിട്ടുള്ള കോൺസെപ്റ്റ്സോ അങ്ങനെ ഒന്നും ഇതിനകത്തില്ല. ഇറ്റ്സ് വെരി ഈസി. പക്ഷേ നിങ്ങൾ ഓരോന്നിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം ഇതിനകത്ത്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് ദ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്നുള്ളൊരു പദം നമ്മൾ അല്ലേ കൊമേഴ്സുകാർക്കൊക്കെ ഇത്തിരി കൂടി പരിചിതമായിരിക്കും എന്ന് തോന്നുന്നു, ഈ മാനേജ്മെൻറ്റ് എന്നുള്ള ടേം. വാട്ട് മീൻ ബൈ മാനേജ്മെൻറ്റ്? എന്താ മാനേജ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനേജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ ചെയ്യുന്ന വർക്ക് കൃത്യമായിട്ട്, അതായത് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ അതേഴ്സ് എന്നാണ് പറയാൻ. യെസ്, ആക്ച്വലി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്. വേറൊരാൾ ചെയ്യുന്ന ജോലിയെ ആക്ച്വലി നിങ്ങൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എൻ്റെ ബ്രദറൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ആളാണ്. അപ്പോൾ ആൾ എന്തെങ്കിലും ഒരു പണി, നമ്മൾ വീട്ടിലുള്ള പണി പറഞ്ഞാൽ തന്നെ പറയും, ഇല്ലില്ല ഞങ്ങൾ മാനേജേഴ്സ് പഠിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാനല്ല, ഞങ്ങൾ സ്വയം പണിയെടുക്കാറില്ല എന്ന് പറഞ്ഞ് തമാശയ്ക്ക് പറയുന്നതാണ്. പക്ഷേ അതാണ് ആക്ച്വലി മാനേജ്മെൻറ്റിൻ്റെ ഒറിജിനൽ ഡെഫിനിഷൻ. മറ്റുള്ളവരുടെ പണിയെ അത് കോർഡിനേറ്റ് ചെയ്ത് അവരിലൂടെ പണി എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ദ ഓക്സ്ഫോർഡ് ഡിക്ഷണറി they define management as the activity of getting things done with the aid of people and other resources. ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ചില ജോലി ആയിക്കോട്ടെ, പ്രവർത്തനങ്ങളായിക്കോട്ടെ, all these things are done but with the help of other people or using other resources. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നതിനെയല്ല നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളും തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗവാക്കായിരിക്കും, പക്ഷേ അതിനേക്കാളേറെ മറ്റൊരു ആളിലൂടെ അല്ലെങ്കിൽ വേറെ ചില റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാം, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നടപ്പിലാക്കാം, ചില ആക്ടിവിറ്റീസ് നടപ്പിലാക്കാം എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. ആൻഡ് ടെറി സ്റ്റേറ്റ്സ് മാനേജ്മെൻറ്റ് ഇസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, actualizing, controlling, determining and accomplishing stated objectives by the use of human beings and other resources. Now management എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റ വാക്കിൽ നമ്മൾ എന്താ പറയുക, ഒരു ഡെഫിനിഷൻ ഉണ്ട് ആക്ച്വലി, മറ്റുള്ളവരിലൂടെ പണി കഴിപ്പിക്കുക എന്നുള്ള അല്ലെങ്കിൽ പണി എടുപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ നമ്മൾ മാനേജ് ചെയ്യുന്ന ആൾ, മാനേജർ എന്ന് പറയുന്ന ഒരാൾ, he must do lot of things including പ്ലാനിങ് വരുന്നുണ്ട്, അത് ഓർഗനൈസ് ചെയ്യണം, ആക്ച്വലൈസ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റിങ്സ് മുതൽ ആ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള പ്രോസസ്സ്, അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഈവൻ അതിൻ്റെ ഇവാലുവേഷൻ, ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡിഫിക്കേഷൻ, ഈ പറയുന്ന എല്ലാ പ്രോസസ്സിലൂടെയും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കടന്നു പോകണം. So management is defined as the pursuit of organizational goals efficiently and effectively by integrating the work of people through planning, organizing, leading, controlling and organization's resources. അപ്പോൾ ഏത് പർട്ടിക്കുലർ ഓർഗനൈസേഷനിലാണോ ഈ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നത്, അവിടെ കിട്ടാവുന്ന എല്ലാ റിസോഴ്സസ്, ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ട എല്ലാ റിസോഴ്സസും യൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ആളുകളുടെ വർക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല പ്ലാനിങ്ങിലോടുകൂടി, നല്ല ഓർഗനൈസേഷനിലോടുകൂടി, ചിലപ്പോൾ അതിനൊരു ഡയറക്ഷൻ ആവശ്യമായിട്ട് വരാം, കോർഡിനേഷൻ ആവശ്യമായിട്ട് വരും, കൺട്രോൾ ആവശ്യമായിട്ട് വരും. പക്ഷേ ഈ എല്ലാ രീതിയിലും കൂടി ആ ഒരു ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, ബാക്കിയുള്ള റിസോഴ്സസ് ആയിക്കോട്ടെ, യൂസ് ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യുന്ന പ്രോസസ് ഇസ് നോൺ ആസ് മാനേജ്മെൻറ്റ്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് റീസെൻറ്റ് ഡെഫിനിഷൻ, 2018 വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇത്. ദെൻ ഇതാണ് മാനേജ്മെൻ്റ് എങ്കിൽ നമുക്ക് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കേണ്ടത്. സോ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ഇസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, setting objectives, managing resources, deploying the human and financial assets,
assets needed to achieve the goals of an educational institution. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്താ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് അവിടെ നടത്തുന്ന മാനേജ്മെൻറ്റിനെയാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ടു റൺ, ടു ഡയറക്റ്റ്, ടു ഹാൻഡിൽ ഓർ ടു കൺട്രോൾ ആൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിയലൈസിങ് ഇറ്റ്സ് ഗോൾ. ഏതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റേതായിട്ടുള്ള ചില ഗോൾസ് ഉണ്ടായിരിക്കും. ഓഫ് കോഴ്സ് അതിനകത്ത് മെയിൻ കാര്യം തന്നെയാണ് എഡ്യൂക്കേഷൻ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഇത് കൂടാതെയും ഒരുപാട് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ അതിൻ്റെ സെറ്റ് ഒബ്ജക്റ്റീവ്സ്, ആ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊരു കാര്യമാണ്. ദെൻ അതിൻ്റെ പ്ലാനിങ്, ബാക്കി അതിൻ്റെ ഹൗ ടു റൺ ഇറ്റ്, ഹൗ ടു ഡയറക്റ്റ് ഇറ്റ്, ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, ഹൗ ടു കൺട്രോൾ ഇറ്റ്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ് ചെയ്യുന്നതിനെയാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ യു കുഡ് ഫൈൻഡ് സം ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്. ചിലതിൽ ഒരു 5 എണ്ണമൊക്കെ കാണുള്ളായിരിക്കും. മിസ് ഇപ്പോൾ ഇത് മാക്സിമത്തിലുള്ളത് ഇട്ടിട്ടുണ്ട്, മാക്സിമം പോയിൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കതൊരു 5 or 6 പോയിൻറ്റ്സിലേക്കും വേണമെങ്കിൽ ഒതുക്കാവുന്നതാണ്. അപ്പോൾ ആ പോയിൻറ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ അതിൻ്റെ സബ് കാറ്റഗറി ആണ് എന്ന് പറയാം. പക്ഷേ ഇതിപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പല ടെക്സ്റ്റിലും പല രീതിയിൽ കാണാം. എനിവേ ഐ എം എക്സ്പ്ലെയിനിങ് the whole thing as different points. So the first thing in the function of educational management is planning. എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം അതിന് വേണ്ടത് ഒരു പ്ലാനിങ് ആണ്. അതിപ്പോൾ ഒരു ഫിലിം ആയിക്കോട്ടെ, നമ്മളൊരു സിനിമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, അപ്പോൾ അവിടെ ഒരു പ്ലാനിങ് ആവശ്യമായിട്ടും വേണ്ട. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടത്താമെന്ന് വിചാരിച്ചു, ഇപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ നമ്മൾ നടത്തുമ്പോൾ ആദ്യം അതിന് വേണ്ടത് എന്താ, ഒരു പ്ലാനിങ് ആണ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യണമെങ്കിൽ, അതിൻ്റെ ഒബ്ജക്റ്റീവിനെ മീറ്റ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ ചില ആക്ടിവിറ്റീസ് നടപ്പിലാക്കണമെങ്കിലും ആദ്യം വേണ്ടത് ഒരു പ്ലാനിങ് ആണ്. സോ ഡിസൈഡിങ് ദ സ്കൂൾ ആക്ടിവിറ്റീസ് ആൻഡ് ജനറേറ്റിംഗ് പ്ലാൻസ് ഫോർ ദ ആക്ഷൻ. അതൊരു ടൈം ബേസ്ഡ് ആയിട്ട് വേണം ആ ആക്ഷൻ പ്ലാൻ ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഈ ഒരു വർഷം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം സ്കൂളിൻ്റെ ബേസിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. ഈ ഒരു വർഷം, ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു വീക്കിനകത്ത് ഏതൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ റെഡിയാക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഐഡൻറ്റിഫൈയിങ് ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്സ്, റിസോഴ്സസ് നീഡഡ് ടു ക്യാരി ഔട്ട് ദ മെത്തേഡ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡേറ്റ്സ് ഫോർ കംപ്ലീഷൻ ഓഫ് ടാസ്ക്. ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് വൺ, അതാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, ഗോൾ എന്തായിരിക്കണം, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു, എന്തൊക്കെ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുത്ത് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ ഞാൻ പറഞ്ഞത് ഇതെല്ലാം എന്തിൻ്റെ ബേസിലേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ, ബേസ്ഡ് ഓൺ എ ടൈം. അപ്പോൾ ആ ടൈം മാനേജ്മെൻറ്റ്, ഡേറ്റ്സ് എന്നത്തേക്ക് അത് പ്ലാൻ ചെയ്യണം, എന്നത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ ഒരു ഫുൾ പ്ലാനിങ് നമുക്ക് വേണം. ദെൻ സെക്കൻഡ് വൺ ഈസ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് മീൻസ് മേക്കിംഗ് ഒപ്റ്റിമം യൂസ് ഓഫ് ദി റിസോഴ്സസ് ടു ക്യാരി ഔട്ട് ദി പ്ലാൻസ്. അതായത് ഓൾറെഡി നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസിനെ മാക്സിമത്തിൽ യൂസ് ചെയ്തിട്ട് നമ്മളുടെ പ്ലാൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. It is a process of bringing together physical, financial and human resources and developing productive relationship among them for the achievement of organizational goals. And third one is staffing. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കറക്റ്റായിട്ടുള്ള സ്റ്റാഫിനെ കറക്റ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ആരെ ഏത് ടാസ്കിലേക്കാണ് റിക്രൂട്ട് ചെയ്യേണ്ടത് നോക്കിയിട്ട്, അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം, സ്റ്റാഫിനെ അറിഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യേണ്ട അയാളുടെ ടാലൻസ് എന്തിനകത്തേക്കാണ് എന്ന് അറിഞ്ഞിരിക്കണം, ഏത് ആക്ടിവിറ്റിക്കാണോ ആ ആക്ടിവിറ്റിയുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇറ്റ് റിമൂവ്സ് റിക്രൂട്ട്മെൻറ്റ്. It involves the recruitment and deployment of the adequate number of qualified and trained competent teaching professional and supportive staff. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നുമല്ല വേണ്ടത്, ഏത് ജോലിക്ക് ആര് പ്രാപ്തനാണ് എന്ന് തിരിച്ചറിയുക, എത്ര പേര് അതിന് വേണമെന്ന് തിരിച്ചറിയുക, എന്നിട്ട് അതിനകത്തേക്ക് ആ കറക്റ്റ് ആളെ തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആൾക്ക് ആ പറയുന്ന റെസ്പോൺസിബിലിറ്റി, ആ ടാസ്കിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. സോ ഇറ്റ് ഈസ് ടു പുട്ട് ദ റൈറ്റ് മാൻ ഓൺ ദ റൈറ്റ് ജോബ്, ദാറ്റ് ഈസ് സ്ക്വയർ പെഗ്സ് ഇൻ എ സ്ക്വയർ ഹോൾസ് ആൻഡ് റൗണ്ട് പെഗ്സ് ഇൻ എ റൗണ്ട് ഹോൾ. ദാറ്റ് ഈസ് നമ്മൾ പറയും, എന്താ പറയുക, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പെട്ടി തന്നിരിക്കുകയാണ്, സ്ക്വയറും ഉണ്ട് അതുപോലെ തന്നെ റൗണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റൗണ്ടും ഉണ്ടെന്ന് സ്ക്വയറിലിട്ടാൽ ഫിറ്റ് ആവില്ല, ഇറ്റ്സ് മിസ് മാച്ചിങ്. സോ കറക്റ്റായിട്ട് സ്ക്വയറിലേക്ക് സ്ക്വയറിൻ്റെ കട്ട വയ്ക്കുക, അതുപോലെ തന്നെ റൗണ്ടിലേക്കുള്ളതിനകത്ത് റൗണ്ടിൻ്റെ വയ്ക്കുക. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് പുട്ടിങ് ദ റൈറ്റ് തിങ് ഓൺ ദ റൈറ്റ് പ്ലേസ്. സോ റൈറ്റ് മാൻ ഓൺ ദ റൈറ്റ് ജോബ് എന്ന് നമ്മളതിനെ പറയും. Then next one is directing. That is determining what has to be done in a situation and getting
പീപ്പിൾ ടു ഡു ഇറ്റ്. ഓരോരുത്തർ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരാൾ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിക്കുകയും ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇന്നതാണ് നിങ്ങളത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടത് നടപ്പിലാക്കുക. സോ ഇറ്റ് ഇൻവോൾവ്സ് ഗൈഡിങ് ദ പീപ്പിൾ ഇൻ വേരിയസ് ടാസ്ക്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻ. വേറെ ഒന്നുമല്ല, ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഓരോ ആളുകളും എന്ത് ചെയ്യണം എന്നുള്ള കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കലാണ് ഡയറക്റ്റിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് കൺട്രോളിങ്. ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കുമ്പോൾ അവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇറ്റ് ഇൻവോൾവ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ എ ടാസ്ക് ആൻഡ് മെഷറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് എഗെയിൻസ്റ്റ് സെറ്റ് സ്റ്റാൻഡേർഡ്സ്. ചില സ്റ്റാൻഡേർഡ്സ്, ഈ ടാസ്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ചില റൂൾസ് അവിടെ പറയുന്നുണ്ട്, ചില സ്റ്റാൻഡേർഡ്സ് അവിടെ പറയുന്നുണ്ട്. സോ ഇതുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളെല്ലാം ഒരു കൺട്രോളിൽ പോകുള്ളൂ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കാൻ പോയാൽ അത് ശരിയാവില്ല. സോ ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ് ഇൻ കേസ് ഓഫ് എനി ഡീവിയേഷൻ ഫ്രം ദ സ്റ്റാൻഡേർഡ്സ്. കൺട്രോളിൽ അതും കൂടി വരുന്നുണ്ട്. ഒരാളെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം, അതിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സിൽ ഒതുങ്ങിക്കൊണ്ട് വരേണ്ടതെന്ന് തീരുമാനിക്കണം. ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ, അവർ ആ സ്റ്റാൻഡേർഡ്സിന് ഔട്ടായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ, അവരുടെ ടാസ്കുകൾ അതിന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ, അത് പാലിക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് യു ഷുഡ് മേക്ക് അപ്രോപ്രിയേറ്റ് കറക്റ്റീവ് മെഷേഴ്സ് ടു. നെക്സ്റ്റ് വൺ ഈസ് മോണിറ്ററിങ്. നൗ മോണിറ്ററിങ് ഇൻവോൾവ്സ്, നമുക്കറിയാം ഒരു കാര്യം മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ചെക്കിങ് ദ പ്രോഗ്രസ് ഓഫ് ദി പ്ലാൻസ് ആൻഡ് ദർ ഇംപ്ലിമെൻറ്റേഷൻ. ഏതൊരു കാര്യവും അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അത് വൃത്തിയായിട്ട് നടക്കുന്നുണ്ടോ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മര്യാദക്ക് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുക, ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുക. And another thing is coordinating. Coordinating means it acts as a binding force in the organization which unifies the efforts of various individuals in the organization. സ്കൂൾ ഫങ്ഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് പല ആളുകളും ഒന്നിച്ച് നിന്നിട്ടാണ് ഒരു കാര്യത്തിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോമൺ ആയിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് വന്നാൽ ഓവറോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒന്നിച്ചുള്ളൊരു യാത്ര സുഗമമാക്കുകയുള്ളൂ. സോ ഏതൊരു പ്രോഗ്രാമും നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ, ഏതൊരു ആക്ടിവിറ്റിയും നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും വേണ്ടൊരു കാര്യമാണ് കോർഡിനേറ്റിംഗ്. പലരും പലതായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു മെനി കുക്സ് സ്പോയിൽ ദ ഫുഡ് എന്ന് പറയുന്ന രീതിയിലായി പോകും. ഒരുപാട് കുക്കുകൾ ഒന്നിച്ച് ചേർന്നാൽ ഭക്ഷണം നശിപ്പിച്ച് കളയും എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ പലരും പല രീതിക്കാവും, സ്വാഭാവികമായിട്ട് പ്ലാൻ നശിഞ്ഞു പോവുകയുള്ളൂ, അത് പ്രാവർത്തികമായിട്ട് നടക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കോർഡിനേഷൻ എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വരികയാണ്. ഇറ്റ് ആക്ട് ആസ് എ ബൈൻഡിങ് ഫോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ വിച്ച് യൂണിഫൈസ് ദ എഫേർട്സ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ പലരും പല ടാസ്കുകൾ ചെയ്തിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുവന്നാലേ നമുക്ക് ഒബ്ജക്റ്റീവിൻ്റെ അച്ചീവ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഓർഗനൈസസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് സോ ആസ് ടു വർക്ക് ഫോർ ദ ഒപ്റ്റിമം ഔട്ട്പുട്ട്. അത് ആര് വേണമെങ്കിലും, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അത് ഡിഫറെൻറ്റ് ടീച്ചേഴ്സ് ആകാം, സ്റ്റുഡൻസ് ആകാം, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആകാം, പാരൻസ് ആകാം, ഈവൻ ദ കമ്മ്യൂണിറ്റി ആകാം. അത്തരം ആളുകളുടെ ഓരോ ടാസ്കുകളെയും അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് ആകാം, അവരുടെ പ്രവർത്തനങ്ങളാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ ഏകോപിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് കോർഡിനേറ്റിംഗ്. ആൻഡ് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് പോകുമ്പോഴും പലപ്പോഴും ഫേസ് ചെയ്യാറുള്ളൊരു കാര്യമാണ്, ഇടയ്ക്ക് വെച്ച് നമുക്ക് തളർച്ച വരും. നമ്മളൊക്കെ ഇപ്പോൾ ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ തുടങ്ങുമ്പോൾ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ പ്രതിസന്ധികൾ ഫേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, മടി വരണമുണ്ടായിരിക്കാം, മടുത്തിട്ടായിരിക്കാം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇടയ്ക്ക് വെച്ച് തളർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ ഒരു സമയത്ത് ഇതൊരിക്കലും തളരാൻ പാടില്ല, നമുക്ക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തേ പറ്റൂ. അപ്പോൾ ദർ ഈസ് എ നീഡ് ഫോർ മോട്ടിവേറ്റിംഗ്. മാനേജ്മെൻറ്റിൻ്റെ അടുത്തൊരു ഗുണം എന്ന് തന്നെ പറയാവുന്നൊരു കാര്യമാണ്. അതൊരു ടെക്നിക്കൽ ടേംസിൽ എടുക്കാതെ തന്നെ മാനസികമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ഒരു ക്വാളിറ്റിയുടെ ബേസിൽ പറയേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് മോട്ടിവേഷൻ. സോ ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റിമുലേറ്റിംഗ് ദ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, സ്റ്റാഫ് ആൻഡ് ഈവൻ പാരൻസ് ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഡിസൈഡ് ഗോൾ. ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണോ അവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവിനെ ഫുള്ളായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഈസ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് ഇതൊക്കെ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ വേറെ പലതിൻ്റെയും, ഇപ്പോൾ ഈ മോട്ടിവേഷൻ ആൻഡ് ബഡ്ജറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ വേറെ പലതിൻ്റെയും ഹെഡ്സിൻ്റെ താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചില ഹെഡ്സിൻ്റെ താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ അത് സെപ്പറേറ്റ് ഹെഡ്സ് ആക്കി ഇട്ടിരിക്കുന്നു എന്നുള്ളൂ. So budgeting, it involves preparing the statement of income and expenditure. ആക്ച്വലി എന്തൊരു പ്രോഗ്രാം നടക്കണമെങ്കിലും നമുക്ക് പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തെ മീറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് എത്രയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും.
അതിനുശേഷം അതിൻ്റെ ഓരോ ബഡ്ജറ്റ് ചിലവാക്കുമ്പോഴും അതിൻ്റെ വരവും കണക്കും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കണം. സിമിലർലി ഫൈനലി ഇതിൻ്റെ ഒരു എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിനകത്ത് എന്തെങ്കിലും പിഴവുകളുണ്ടോ, അനാവശ്യമായിട്ട് കാശ് ചിലവായിട്ടുണ്ടോ, എങ്ങനെയൊക്കെ നമുക്ക് ഇനിയും കാശ് ചുരുക്കി ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ഇത് കൂടാതെ നമുക്ക് ചില ഗ്രാൻറ്റ്സ്, ചില എയ്ഡ്സ് ഒക്കെ നമുക്ക് കിട്ടും. ഗവൺമെൻറ്റിൽ നിന്നാകാം, പിന്നെ ചില ഫണ്ടുകൾ നമുക്ക് റേസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഐഡൻറ്റിഫൈങ് ദ സോഴ്സസ് ഓഫ് ഇൻകം, ഏതെങ്കിലും രീതിയിൽ നമുക്ക് അത്തരം രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കാം, അലുമിനി കോൺട്രിബ്യൂഷൻ ആയിരിക്കാം, അപ്പോൾ PTA ഫണ്ട് ആയിരിക്കാം. അങ്ങനെ ചില ഫണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമോ, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെങ്ങനെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ബഡ്ജറ്റിങ്ങിൽ വരുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് എ പ്രിപ്പറേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, proper utilization of grants and aids, and also identifying the sources of income and utilizing that for the benefit of the organization. ഇനി ഇത്രയൊക്കെ നമ്മൾ കാശൊക്കെ ചിലവാക്കി കാര്യങ്ങൾ വൃത്തിയിൽ മോണിറ്റർ ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്താൽ പോലും എന്ത് ചെയ്തിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇത് പീരിയോഡിക്കായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ദർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അനദർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഇവാലുവേറ്റിംഗ്. പീരിയോഡിക് ഇവാലുവേഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ് സോ ആസ് ടു ഐഡൻറ്റിഫൈ ദ എറേഴ്സ് ആൻഡ് ടു റെക്ടിഫൈ ദ ഫ്ലോപ്സ് ആൻഡ് ടു ടേക്ക് ദ റെമഡീസ് വെൻ നീഡഡ്. സോ ഇടയ്ക്കിടയ്ക്ക് ഒരു പീരിയോഡിക്കായിട്ട് തന്നെ ചെയ്യണം. ഒരു പ്രത്യേക ടൈം പീരീഡിൽ വീണ്ടും വീണ്ടും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തൊക്കെ തെറ്റുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും റെമഡി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമുക്ക് വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് അത് മാറ്റുകയും വേണം. ഇനി അവിടെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്, കഴിഞ്ഞ വർഷം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു രീതിക്ക് പോയി, അതുപോലെ തന്നെ ഈ വർഷം തുടരണം എന്നില്ല. കാരണം ഈ വർഷം കുട്ടികൾ മാറാം, അവർ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, സ്വാഭാവികമായിട്ട് അവർക്കും ചേഞ്ചസ് വരും. അപ്പോൾ ആ കാലത്തിനനുസരിച്ച് മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ പ്രോസസ്സിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. സോ ഫങ്ഷൻസ് ഓഫ് EMനെ ഒന്നും കൂടി പറയുകയാണ്. ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഇതിനകത്ത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, മെയിൻ കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഇറ്റ്സ് പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഡയറക്ഷൻ, കൺട്രോൾ, ദെൻ കോർഡിനേഷൻ, ഇവാലുവേഷൻ. ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത്, ബഡ്ജറ്റിംഗ്, മോണിറ്ററിങ് എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന കോർഡിനേഷൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ വൃത്തിയായിട്ട് റെക്കോർഡും കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മാനേജ്മെൻറ്റിൽ ആക്ച്വലി റെക്കോർഡിങ് വരുന്നില്ലെങ്കിൽ കൂടി അതും കൂടി അതിൻ്റെ ഭാഗമാക്കിയാലേ ആ മാനേജ്മെൻറ്റ് പൂർണ്ണമാകുകയുള്ളൂ. സോ ഇത്തരം രീതിയിൽ നമ്മൾ ഇവാലുവേഷൻ നടത്തുക, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുക, ഈ ഹോൾ പ്രോസസ്സിനെ റെക്കോർഡ് ചെയ്ത് നമ്മൾ വെക്കുക. സോ ദാറ്റ് ചിലപ്പോൾ വെരിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻസ് ആവശ്യമായിട്ട് വരാം, അതും അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്തിട്ട് അടുത്ത വർഷം എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കാനാവും. അപ്പോൾ പ്രോപ്പർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളുള്ളൂ: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ ഒരു സബ് കാറ്റഗറീസാണ്. മെയിൻ 5 കാറ്റഗറി പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോർഡിനേഷനും കൂടി ചേർക്കാം. അങ്ങനെ ഒരു 6 കാറ്റഗറിയെ നിങ്ങൾക്ക് മെയിനായിട്ട് പറയാം. പക്ഷേ ബാക്കിയുള്ളതും കൂടി അതിൻ്റെ സബ് കാറ്റഗറി ആക്കുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് തന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. So school management, it involves working with and through teachers. See, it involves working with and through teachers. School management നമ്മൾ നടപ്പിലാക്കാറുള്ളത് ആക്ച്വലി യു ആർ വർക്കിംഗ് വിത്ത് ടീച്ചേഴ്സ്. പക്ഷേ ഈ മാനേജ്മെൻറ്റ് നടപ്പിലാക്കാറുള്ളത് ആരിലൂടെയാണ്? ഇറ്റ്സ് ത്രൂ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് മാത്രമല്ല കേട്ടോ, ഇറ്റ് ഇൻക്ലൂഡ്സ് working with as well as through teachers, non-teaching staff and students to get the things done effectively. അപ്പോൾ ഈ പറയുന്നൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇവരോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ട്, ഇവരിലൂടെ വർക്ക് ചെയ്തുകൊണ്ട് യു ആർ മാനേജിങ് ദ സ്കൂൾ ആക്ടിവിറ്റീസ്. ദെൻ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇസ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഇപ്പോൾ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷന് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകാം അല്ലേ. ഈവൻ ഫൈനൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു നല്ല സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവിൽ എന്തുണ്ടെന്ന് ഓർക്കുക, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് തന്നെ നമ്മൾ പ്രാധാന്യം നൽകുക. ദെൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദി സ്കൂൾ ഈസ് ലെഡ് ബൈ ദ ഹെഡ് ഓഫ് ദി സ്കൂൾ, ദാറ്റ് ഈസ് ഹെഡ് മാസ്റ്റർ ഓർ ദ പ്രിൻസിപ്പൽ. ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തം എല്ലാവരിലേക്കും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്.
സ്വാഭാവികമായിട്ട് അതിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ദാറ്റ് ഈസ് ടീച്ചിങ് സ്റ്റാഫ് വരുന്നുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ് വരുന്നുണ്ട്, ദെൻ സ്റ്റുഡൻസ് വരുന്നുണ്ട്, പാരൻസ് വരുന്നുണ്ട്, ഈവൻ നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയും വരുന്നുണ്ട്. ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി എന്നാൽ ഈ ലോകം മൊത്തത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇതിനെങ്ങനെയാണ് ഇപ്പോൾ ലോകത്ത് വ്യാപിച്ചിരിക്കുന്ന അസുഖം ബാധിച്ചതെന്ന് നമുക്കിപ്പോൾ അറിയാം അല്ലേ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വിട്ടിരിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിനകത്ത് എല്ലാവർക്കും ഒരു പങ്കുണ്ട്. അതാ പറയുന്നത്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഇൻവോൾവ് ചെയ്തിട്ടേ നമുക്ക് മാനേജ്മെൻറ്റ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറയുമ്പോഴും ഈ പറയുന്ന ഉത്തരവാദിത്തം എല്ലാവരിലേക്കും ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും എപ്പോഴും ഓർക്കുക, ഇതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്, ഇത് ലീഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഹെഡ് ഓഫ് ദി സ്കൂളാണ്. ദാറ്റ് ഈസ് ദ ഹെഡ് മാസ്റ്റർ ഓർ ദ പ്രിൻസിപ്പൽ. സോ അവിടെ നിന്ന് നമുക്ക് അടുത്ത ടോപ്പിക്ക് തുടങ്ങുകയാണ്, ദ റോൾ ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് ദ ക്വാളിറ്റീസ് ഓഫ് ഹെഡ് മാസ്റ്റർ. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. സോ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റും കൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. സ്കോപ്പിനകത്ത് നമ്മൾക്ക് വേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കൊണ്ടാണ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് നടത്തേണ്ടത്. ഒന്ന്, ഈ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് തിയറീസ്, നമ്മൾ ചെയ്യേണ്ട റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. രണ്ട്, എങ്ങനെ ഒരു പ്ലാനിങ് നടത്താം. സ്റ്റഡി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ്. Then it involves decision making, problem solving, communication and managing information. Then it provide both human as well as material equipment. നമ്മൾ അതും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യണോ എന്ന് പറയുമ്പോൾ, സേ ഒരു കമ്പ്യൂട്ടർ ലാബ് എടുത്ത് നോക്കുക നിങ്ങൾ. കമ്പ്യൂട്ടർ ലാബിൽ നമുക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ ലാബിലേക്ക് ഒരു അധ്യാപകനും ഒരു കമ്പ്യൂട്ടർ ലാബും ഒത്തിരി കമ്പ്യൂട്ടേഴ്സും കാണുമായിരിക്കും. സ്കൂളിൽ ചിലപ്പോൾ ഒരു 500 കുട്ടികളോ ഒരു 1000 കുട്ടികളോ ഉണ്ടെങ്കിൽ ഈ 1000 കുട്ടികൾക്ക് സെയിം റിസോഴ്സസ് എങ്ങനെ നമുക്ക് പ്രാപ്തമാക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ 100 കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ, അല്ലെങ്കിൽ അതൊരു 10 ക്ലാസ് അല്ലെങ്കിൽ ഒരു 20 ക്ലാസ് ആണെങ്കിൽ 20 കമ്പ്യൂട്ടർ ലാബ് നമ്മൾ സെറ്റ് ചെയ്യാറില്ല. ഒരേ കമ്പ്യൂട്ടർ ലാബ് തന്നെ 20 ക്ലാസ്സിനും നമ്മൾ അവൈലബിൾ ആക്കി മാറ്റുകയാണ്. എങ്ങനെ? പ്രോപ്പർ മാനേജ്മെൻറ്റ് വഴിയിട്ട്. ചിലപ്പോൾ ഒരു ക്ലാസ്സിന് ചിലപ്പോൾ ഇന്ന് രാവിലെയാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത ഗ്രൂപ്പിന് ചിലപ്പോൾ സെക്കൻഡ് അവർ കൊടുക്കുക, പിന്നെ അടുത്തതിന് തേർഡ് അവർ കൊടുക്കുക, അങ്ങനെ നമ്മൾ 5 അവേഴ്സ് പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു വീക്ക് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇവരെല്ലാവരെയും കവറപ്പ് ചെയ്യും. സോ ഈ രീതിക്ക് സെയിം എക്യുപ്മെൻറ്റ് നമ്മൾ എല്ലാവരിലേക്കും പ്രാപ്തമാക്കുകയാണ്. സോ അവിടെ നമുക്ക് റിസോഴ്സസിനെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുകയും കാശ് ആ രീതിയിൽ കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, അതല്ല മെറ്റീരിയൽ എക്യുപ്മെൻ്റ് ആയിക്കോട്ടെ, അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് മാക്സിമം ഓപ്റ്റിമം യൂസിലൂടെ എങ്ങനെ അതിനെ നമുക്ക് റൺ ചെയ്യാം എന്നുള്ളതും കൂടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ദെൻ കോകരിക്കുലർ പ്ലാനിങ്, നമുക്ക് കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇതിനകത്ത് വരുന്നത്. കോകരിക്കുലർ പ്ലാനിങ്, ടൈം ടേബിൾ, സ്കൂൾ റെക്കോർഡ്സ്, ഫിനാൻസിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, ദെൻ നേരത്തെ പറഞ്ഞ പോലെ മോട്ടിവേഷൻ, കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, ദെൻ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, എക്സിബിഷൻ, ഫെയർസ് മുതലായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യാൻ വേണ്ടി വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പെടുന്നുവോ അതെല്ലാം ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് യൂത്ത് ഫെസ്റ്റിവൽ, ചില ടാലൻറ്റിൻ്റെ വേണ്ടിയിട്ടുള്ള എക്സിബിഷൻ, ഫെയർസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഓരോ സ്കൂളും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ, ചില സ്കൂളുകൾ കൃഷി ചെയ്യുന്നവരുണ്ട്, ചില സ്കൂളുകൾ ഈവൻ ഓരോ വീട്ടിൽ ഇപ്പോൾ എന്താ പറയുക വളരെ പാവമായിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്, അവർക്ക് ചില ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ചിലപ്പോൾ അവർക്ക് വീട് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക, ചിലരായിട്ട് ചിലപ്പോൾ വയസ്സായ ആളുകളോട് ചെന്നിരുന്ന് ഇൻട്രാക്ട് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നതായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന കാര്യം. സോ താങ്ക് യു.